എല്ലാവർക്കും കിച്ചൺ വേൾഡിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനല്ലാണ്ട് കൂട്ടാൻ. അപ്പോൾ ഇന്ന് മോനേട്ടൻ വീണ്ടും കിടുക്കാച്ചി ചിക്കൻ കറി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. വേണ്ടാ ഇന്നെന്താ വീണ്ടും തലക്കെട്ടൊക്കെ ആയിട്ട് ഇന്ന് ഞാൻ വീണ്ടും ഒരു കിടുക്കാച്ചി നാടൻ ചിക്കൻ കറി വെക്കാൻ പരിപാടിയാ. ഓക്കെ, അപ്പൊ നമുക്ക് ചിക്കൻ കറിക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ പറയാം. ചിക്കൻ 1.5 കിലോ. ഓക്കെ, ഉരുളക്കിഴങ്ങ് 2 ഉണ്ട്. സബോള 2 ചെറുത്, അത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ച്. ഓക്കെ, പിന്നെ ഇഞ്ചി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി എന്തോരം എടുത്തിട്ടുണ്ട്? അതൊരു കുടം. പിന്നെ തക്കാളിയും 1 ഉള്ളൂ, കാരണം ഇത് 1.5 കിലോ ഉള്ളു, അപ്പൊ 1 മതി. പിന്നെ ഒരു 6 പച്ചമുളക്, പിന്നെ 3 തണ്ട് കറിവേപ്പില, പിന്നെ കുഞ്ഞ് ഉള്ളി, ചുവന്നുള്ളി. ഇതെന്തിനാ വെച്ചാൽ ലാസ്റ്റ് നമുക്ക് താളിച്ചിടാനാണ്. ചിക്കനൊക്കെ വെന്തതിന് ശേഷം നമ്മൾ മീൻ കറിക്കൊക്കെ താളിക്കുന്ന പോലെ. അപ്പൊ ഈ കറി ഒരു സ്പെഷ്യൽ കറി തന്നെയാണ്. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്യണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോക്ക് വീണ്ടും പോവാം. ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് ഇതൊരു പാൻ ഇതെടുത്ത് നമുക്ക് സ്റ്റവിന്റെ മുകളിൽ വെക്കണം. ഓക്കെ, എന്നിട്ട് സ്റ്റവ് കത്തിക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം, കാരണം എണ്ണ കരിയാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. ഏകദേശം ചൂടായിട്ട് ഇത് മതി. ഏകദേശം 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവൂല, കാരണം നമുക്ക് സബോള കുറച്ച്. അപ്പൊ നമുക്ക് എണ്ണയ്ക്കൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ കുറച്ച് പെരിഞ്ജീരകം ഇതിലിട്ടുണ്ട് കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഒരു കറിക്ക് മണം കിട്ടും. അപ്പൊ നല്ലോണം പെരിഞ്ജീരകൊക്കെ പൊട്ടിയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ പെരിഞ്ജീരകം പൊട്ടി ഇനി നമ്മൾ നമുക്ക് ഇതിലേക്ക് ഈ സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ച് തരണം. ഈ വെളുത്തുള്ളി ഇഞ്ചി പൊടില്ല. ഓക്കെ, കാരണം കുറച്ച് ഒന്ന് വാടിയ ശേഷം ഇടണം, അതിന് അത് കരിഞ്ഞു പോകും. ഇതിനാണ് കുറച്ച് ഇത് കൂടുതൽ വരിക. സബോള ഒന്ന് വാടിയിട്ട് വേണം. ഇനി ഈ സബോള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിട്ട് കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കല്ലുപ്പാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറ്. അപ്പൊ നമ്മള് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അല്ലേ? ഇനി നമുക്ക് ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി. നമുക്ക് ഇതിപ്പോ വാടാൻ വേണ്ടിട്ടുള്ള ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടിയ സാധനം. ഒരു വാട്ടം പോലെ ആയിട്ടില്ലേ? ചെറുതായിട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഇഞ്ചിക്ക് വെളുത്തുള്ളി ഒരു കുറച്ചുകൂടി സമയം, ഒരു 1/2 മിനിറ്റ് അത്ര കണ്ടു. ഏകദേശം 1/2 മിനിറ്റ് പെട്ടെന്നാവും. നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ സബോളൊക്കെ അപ്പൊ ഒന്ന് കുറച്ച് വാടിയുണ്ട്. ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇത് ഇഞ്ചി, തക്കാളി ഇപ്പം ഇടില്ല കേട്ടോ. ഇത് നല്ല പോലെ മുരിഞ്ഞു വരണ്ടേ? ഇവൻ ബ്രൗൺ കളറായിട്ട് വരണേ. ഇവൻ ബ്രൗൺ കളറായതിനു ശേഷം നമ്മളിനി മസാലകൾ ചേർക്കാം. സബോളക്ക് നല്ല പോലെ വാടിയില്ല മണ്ട. ഇനി എന്താ പരിപാടി? ഇനി ഇപ്പൊ സബോളൊക്കെ ഒരുവിധം ബ്രൗൺ കളറൊക്കെ അല്ലേ. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് തീ കുറച്ച് കേട്ടോ. തീ കുറച്ച് വെക്കട്ടെ, കാരണം ഇനി നമ്മൾ മസാല ഇടുമ്പോ കരിയാൻ പറ്റില്ല. ആദ്യം നമ്മള് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി വെച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാല. ഇനി മഞ്ഞപ്പൊടി തുണ്ടിട്ടാൽ മതി, നമുക്ക് ആവശ്യമനുസരിച്ച്. ഗരം മസാല തുണ്ടിട്ടാൽ മതി, ഇത്ര മതി. ഇനി നമുക്ക് ഇവനൊന്ന് ഇളക്കി കൊടുക്കാം. കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നല്ല പോലെ നന്നായി മുറുകണ്ടേ? നന്നായിട്ട് മുറുകണം. മസാല നല്ല പരുതലാവണം, മൂത്ത് വരണം. അപ്പൊ അതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇവിടെ പൊടികളെല്ലാം നല്ല പരുവത്തിലായിട്ട് നന്നായിട്ട് മൂത്തുണ്ട്, നല്ല കളറുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇനി ഈ ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇടണം. തക്കാളി നന്നായിട്ട് വാടണം, നന്നായിട്ട് ഈ പേസ്റ്റ് പരുവത്തിലാവണം. അപ്പൊ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അതിന് കുറച്ച് ലേശം വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണം, ഞാൻ പറയാം. നമുക്കതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവില്ലേ? മൂടി വെച്ച് പെട്ടെന്നാവും. ഒന്ന് മൂടി വെക്കാം കുറച്ച് നേരം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടാ. ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം.
എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പരിപാടിയിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഓക്കെ, നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അത് കൂടുതൽ വെള്ളം ഒഴിക്കണം? ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കാം, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഒഴിക്കണം നമുക്ക്. അപ്പൊ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ എല്ലാം മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെക്കണം. എന്നിട്ടൊരു തലക്ക് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അപ്പൊ നമുക്ക് അടച്ചു വെക്കാം. കറിയൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്, ഒന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം. നമുക്ക് ഇനി നമുക്ക് ഇത് മുങ്ങി നിൽക്കുന്ന പോലുള്ള വെള്ളം ഒഴിക്കണം. കാരണം ഇത് പകുതി വേവുമ്പോൾ നമുക്ക് ഉരുളങ്ങനെ കിട്ടാണ്ട് വരും. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. കറി നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉപ്പും മുളകും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, ഒന്ന് ഇളക്കിയിട്ടൊന്ന് നോക്കാം. ഉപ്പൊക്കെ ഞാൻ തന്നെ നോക്കാം കേട്ടോ. ചാറ് കുറച്ച് നമുക്ക് ഒറ്റാണ്ട് കുറച്ചുകൂടി ഇടണം, കുറച്ചുകൂടി ഇടണം. എപ്പോഴും നമ്മൾ കറി വയ്ക്കുമ്പോൾ ഉപ്പ് കുറച്ച് ഇടാതെ, കാരണം വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ഇടാവുന്ന കേസ് പോകണം, കൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ചാറ് പറ്റുമ്പോൾ നമുക്ക് ഉരുളങ്ങ കേട്ടോ. വീണ്ടും അടച്ചു വയ്ക്കാം, തീ കുറച്ച് അടച്ചു വയ്ക്കാം. നമുക്ക് കറിയൊക്കെ ഒന്ന് വെന്തോ നോക്കാം കേട്ടോ. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം, വെള്ളമൊക്കെ കറക്റ്റാണ്. ഇത് നമുക്ക് ഇറച്ചി കഷ്ണം വെന്തോ നോക്കാം, എന്നിട്ട് വേണം നമുക്ക് ഉരുളങ്ങ ഇടാൻ. ഇറച്ചി കഷ്ണം വന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ ഉരുളങ്ങ വെന്ത് വരുമ്പോഴേക്കും കറി റെഡിയാവും. പതുക്കെ ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വയ്ക്കണം. നമുക്ക് വീണ്ടും അടച്ചു വെക്കാം കേട്ടോ. മൂടി നിന്ന് തുറന്നു നോക്കാം കേട്ടോ. ഉരുളങ്ങൊക്കെ ഒന്ന് വെന്തോ നോക്കിക്കോട്ടെ. ഉരുളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ചാറൊന്ന് കുറുകുന്ന വരെ നമുക്കൊന്ന് തുറന്നു വയ്ക്കാം. നമുക്ക് ചാറൊന്ന് കുറുകുന്ന വരെ നമുക്ക് 2 മിനിറ്റ് വെച്ചാൽ 2 മിനിറ്റ് നമുക്ക് വെക്കാം, തീ ഒന്ന് കുറച്ചിട്ട്. അപ്പൊ ചാറ് പെട്ടെന്ന് പറ്റില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഒരു പാൻ ഇതിന് മുകളിൽ വെച്ച് തീയൊക്കെ ഒന്ന് കത്തിച്ച് തീ കുറച്ച് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് ചൂടാവട്ടെ കേട്ടോ. അത് മതി. നമുക്ക് വെളിച്ചെണ്ണ ചൂടാവണ്ടേ? വെളിച്ചെണ്ണ കഴിച്ച് അത് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഇതിലെ ഈ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിടണം. പിന്നെ പച്ചമുളക് ഒരു 8 എണ്ണം, അത് പിന്നെ കറിവേപ്പില. ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് ഈ കറിയുടെ. ഓക്കെ, അപ്പൊ വെളിച്ചെണ്ണ നമ്മളെ ചൂടായോ? ചൂടായി വരണുള്ളൂ. ചൂടായി വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഒരു ഉള്ളി ഇട്ട് നോക്കാം. ആയിട്ടില്ല, വെളിച്ചെണ്ണ എല്ലാം ചൂടായിട്ടാ. അപ്പൊ നമുക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് തട്ടാം. അതിനുശേഷം നമുക്ക് ഈ കീറി വെച്ച പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടാം. അത് കഴിഞ്ഞു കറിവേപ്പില നമ്മൾ ഇടാറില്ല, കുറച്ച് കഴിഞ്ഞിട്ടാൽ മതി. നല്ല പോലെ ഗോൾഡൻ കളറാവണ്ടേ? അപ്പൊ ആ സമയം ഇട്ടാൽ മതി. ഉള്ളിലേക്ക് വാടി തുടങ്ങിയിട്ടുണ്ടല്ലേ? ഉള്ളി വാടി തുടങ്ങിയിട്ട് കുറച്ചുകൂടി കഴിയണം. ഏകദേശം ഒരു ഗോൾഡൻ കളറാവണ്ട. ഗോൾഡൻ കളറാവണം. ഒരു 1/2 മിനിറ്റ് കൂടി ഇടുമ്പോഴേക്കും അതാവും. അതിന് ശേഷം നമുക്ക് ഈ കറിവേപ്പിലേക്ക് ഇടണം. കറിവേപ്പില ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് വാടി പോകും, കാരണം ഈ ചെറുള്ളിക്ക് കൂടുതലല്ലേ. ഇനി നമുക്ക് ഈ കറിവേപ്പില 3 തണ്ട് ഇതിലേക്ക് ഇടാട്ടാ. 3 തണ്ടല്ലേ? 3 തണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മൊരിഞ്ഞോളൂ അല്ലേ? ഇതെല്ലാം കൂടി വാടുമ്പോൾ നമുക്ക് ഇതും ഏകദേശം ഒരു ബ്രൗൺ കളർ ഉള്ളിലേക്ക് വരും. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ കറിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം. ഇത് സ്പെഷ്യൽ കറി നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലിപ്പോൾ ആദ്യമായിട്ട് ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ, എന്നാലും അതിൻ്റെ കൂട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയുള്ളൂ.
ഇതെല്ലാം വാടിയിട്ട് നല്ല കുറെ വാടിയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കൻ കറിയുടെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും. ഇതിന് മുകളിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ കറി വയ്ക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ട് വയ്ക്കാൻ പാടുള്ളൂ. ഒരുപാട് ഗ്രേവി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ടൈപ്പ് വയ്ക്കണം. അതിൻ്റെ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പാടുള്ളൂ അല്ലേ? കുറച്ച് നേരത്തേക്ക് നമ്മൾ അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് മൂടിക്ക് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കിയ ശേഷം കറിയുടെ ടേസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് വേറെ കറിയുടെ ടേസ്റ്റ് നോക്കട്ടോ. എപ്പോഴാണ് മോനട്ടം കറി വെക്കേണ്ടപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറയാറുണ്ടാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാനും വെച്ച് കൊടുക്കാറുണ്ട്. ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടോ. കറി കഴിച്ചു നോക്കിയേ. സൂപ്പറായിട്ടില്ലേ? വെറുതെ പറയല്ല. അല്ലല്ല. അപ്പൊ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കാം. ഓക്കെ, ടാറ്റ, ബൈ.